ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ എൻഗേജ്മെൻറ്റും കമൻറ്റ് സെക്ഷനും ഒക്കെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. മക്കളെ, നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും ഈ ഇതിൽ കമൻറ്റ് സെക്ഷനായിട്ട് അറിയിക്കുക കേട്ടോ. എന്ത് പോരായ്മയായാലും പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഇനിയും വേണം, നന്നായിട്ടുണ്ടെന്നോ, നിങ്ങൾക്ക് എന്ത് പോരായ്മയും നിങ്ങൾക്ക് ഈ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സും നന്നായിട്ട് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അറിയിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഇതിൽ നമ്മൾ ഇച്ചോർ ബിനിയല്ലേ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്, അതെ അല്ലേ? അപ്പം നമുക്ക് ഇനി എന്താ നോക്കേണ്ടത്? ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സാമിനായാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് തന്നെ നന്നായിട്ട് നോക്കുക. അതിൽ നിന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ മക്കളെ? നോക്കിക്കേ, കണ്ടോ, ഒരു ബോക്സിൽ കുറച്ച് ഡയലോഗ്സ് തന്നിട്ടുണ്ടല്ലേ. അതിൽ സംവാദം എന്ന് വെച്ചാൽ എന്താ? ക്യാരക്ടേഴ്സ് അല്ലേ. സംവാദം എന്ന് പറഞ്ഞാൽ എന്താ? കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡയലോഗ്. ഈ ബോക്സ് തന്നിട്ടുള്ളത് ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നിടത്ത് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരുടെ ഡയലോഗ്സാണ് ഇതൊക്കെയെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമ്മളിതിൽ ഓർഡർ അനുസരിച്ച് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യം ഏതാ? മൈ ഗന്ന ബൻ ജാത്താ ഹൂം. ഞാൻ ആരായിട്ടാണ് മക്കളെ മാറുന്നത്? കണ്ടോ, ഗന്ന എന്ന് വെച്ചാൽ എന്താ? കരിമ്പ്. ഞാൻ കരിമ്പായിട്ട് മാറും എന്നാരാ പറഞ്ഞത്? ഇച്ചു അല്ലേ പറഞ്ഞത്? ആണല്ലേ. അപ്പോൾ ബിനിയ എന്താ പറഞ്ഞേ? ബിനിയ പറഞ്ഞത് ഉറുമ്പായിട്ട് മാറുമെന്നല്ലേ. അപ്പോൾ ഇച്ചുവാ പറഞ്ഞത് മൈ ഗന്ന ബൻ ജാത്താ ഹൂം. ഞാൻ ആരായിട്ട് മാറുമെന്നാ? കരിമ്പായിട്ട് മാറുമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ അവിടെ ഇച്ചു എന്ന് എഴുതി. അതിൻ്റെ സംവാദ ഡയലോഗിൻ്റെ അടുത്ത് മാം ഗന്ന ബൻ ജാത്താ ഹൂം എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് ബിനിയ. കണ്ടോ, ബിനിയ എന്താ ഇത് പറഞ്ഞത്? മേം അകേലെ നഹീം ഹം ബഹുത് സാരി ചീണ്ടിയ മായെങ്കി. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒത്തിരി ഉറുമ്പുകൾ ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞു അല്ലേ. അതാരാ പറഞ്ഞേ? ബിനിയ. അടുത്തത് നോക്കിക്കേ, ഇച്ചുവാ പറയുന്നത് ഹൂം അരേ നഹീം ഗുദ്ഗതി ഹോഗി. അങ്ങനെയല്ല, എനിക്കെന്താവും? ഇക്കിളി വരുമെന്ന് പറഞ്ഞല്ലേ. അത് ഇച്ചു അല്ലേ പറഞ്ഞത്? അതെ. അപ്പോൾ ഈ യെല്ലോ കളർ ബോക്സിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, കാരണം നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ബിനിയ പറയുന്നുണ്ട് ഗുദ്ഗതി നഹി ഹോഗി. ഇക്കിളിയൊന്നും ആവില്ല. ഇച്ചു പറയുന്നുണ്ട് ദോനം സാത് സാ രഹേങ്കെ. രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട് അല്ലേ. കണ്ടോ, ഈ ബോക്സിൽ നിന്ന് ആരൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് വേഗത്തിൽ എഴുതാൻ പറ്റില്ലേ? ഓക്കെയാണ്. അപ്പോൾ അടുത്തതിനോട്ട് പോവാം. നിങ്ങളോട് പറയുന്നുണ്ട് मैं तो वाइम्स बनूंगा तब तो मैं चींडी होगी. ഓരോരുത്തർ അവരവരുടെ കാര്യം പറയാണല്ലേ. നിങ്ങളോട് പറയുന്നത് ऐसे वाक्य പാഠഭാഗ സേ ടൂൺ കർ ലിഖേ. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പാഠഭാഗത്ത് നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ മക്കളെ? നോക്കിക്കേ, കണ്ടോ, ഹം ബഹുത് സാരി ചീണ്ടിയാമായെങ്കിൽ. നമ്മൾ ഒത്തിരി ഉറുമ്പുകൾ എല്ലാവരും കൂടെ ചേർന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കണ്ടോ, ഇതിൽ 2 ഡയലോഗ്സ് നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു കുറച്ച് സെൻറ്റൻസുകൾ ഇങ്ങനെ എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അതും വളരെ എളുപ്പമാണ് അല്ലേ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. കണ്ടോ, ദോനോം സാത്ത് സാത്ത് രഹേങ്കെ. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കും. ഹൂമേങ്കെ ഫിറേങ്കെ എന്ന് വെച്ചാൽ എന്താ? ഒരുമിച്ച് അവർ ചുറ്റിക്കറങ്ങും. ചീനി വീനി ഹാത്തെ രഹേങ്കെ. പഞ്ചസാരയൊക്കെ കഴിക്കും. അപ്നെത്തോ ബിനിയ ഇച്ചു ഹി ബൻകർ രഹേങ്കെ. നമുക്ക് ബിനിയയും ഇച്ചുവുമായിട്ട് തന്നെ ഇരിക്കാം. थोड़ी देर को ചീണ്ടി ഗന്ന ഫൈംസ് സുവർ ബൻ ജായ കരേങ്കെ. ഇത് അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് അല്ലേ. അവരവർക്ക് എന്തൊക്കെ ആവണം, എങ്ങനെ ആവണം. പിന്നെ കുറച്ച് സമയത്തേക്ക് ഇച്ചുവും ബിനിയായിട്ട് ഇരുന്നാൽ മതി, കുറച്ച് സമയം നമുക്ക് ഉറുമ്പാവാം, കരിമ്പാവാം അല്ലേ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാ ഫൈംസ് സുവർ ബൻ ജായ കരേങ്കെ. അപ്പോൾ ഇതും ടെക്സ്റ്റിൽ നിന്ന് എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. അടുത്ത ആര് പറഞ്ഞു എന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ, താഴെ നമുക്കൊരു ബ്ലൂവിൽ ബോക്സിനകത്ത് കുറച്ച് 4 ഡയലോഗ്സ് വന്നിട്ടുണ്ട്. അത് ആരൊക്കെയാണ് പറഞ്ഞതെന്ന് എഴുതാനാണ്. ഇവിടെ ഇച്ചുവിനെയും ബിനിയെയും കാണിച്ചിട്ടുണ്ട്. അവരുടെ ഡയലോഗ്സ് എടുത്ത് എഴുതാനാണ് പറയുന്നത്. കണ്ടോ, ആദ്യത്തെ നമുക്കറിയാം മൈം. ആദ്യത്തെ ഈ ബ്ലൂ ബോക്സിനകത്ത് നോക്കിക്കോട്ടെ. മൈം ചീണ്ടി ബന്ന ചാത്തിഹു. ഞാൻ ഉറുമ്പാവാൻ ആഗ്രഹിക്കുന്നു. അതാരാ പറഞ്ഞത്? ബിനിയല്ലേ. ബിനിയ ഗേളല്ലേ. അപ്പോൾ ഗേളിൻ്റെ അവിടെ നമ്മൾ എഴുതിയല്ലേ മേം ചീണ്ടി ബന്ന ചാഹത്തിഹു. അടുത്തത് നോക്കിക്കേ, സെക്കൻഡ് സെൻറ്റൻസ് ആണ്. മായും ഗന്ന ബൻ ജാത്താ ഹൂം. ഞാൻ ആരായിട്ട് മാറുമെന്നാണ് പറയുന്നത്? കരിമ്പായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അതാരാ മക്കളെ പറഞ്ഞത്? ആലോചിച്ചേ. ഇച്ചു ആണല്ലേ. ഇച്ചു ബോയ് അല്ലേ. അപ്പോൾ നമ്മൾ ബോയിൻ്റെ അവിടെ എഴുതിയല്ലേ മൈ ഗന്ന ബൻ ജാത്താ ഹൂം. അടുത്തത് നോക്കിക്കേ, തേർഡ് സെൻറ്റൻസ് വായിച്ചേ. മുച്ച്കോ പാനി മേ
മസേ സെ പടേ രഹ്ന അച്ഛാ ലഗ്താ ഹെ. എനിക്കിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന്. ആരാ പറഞ്ഞേ? ആ, ഇച്ചു അല്ലേ പറഞ്ഞേ. അപ്പോൾ നമ്മളവിടെ ആരുടെ നേർക്ക് എഴുതേണ്ടത്? ആദ്യത്തെ അല്ലേ, ഇച്ചുവിൻ്റെ നേർക്ക് എഴുതി. അടുത്ത നോക്കിക്കേ, ഹം ബഹുത് സാരി ചീണ്ടിയാ മായെങ്കി. നമ്മൾ എല്ലാ ഉറുമ്പുകളും ചേർന്നിട്ട് വരും. അതാരാ പറഞ്ഞേ? ബിനിയ അല്ലേ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ആരുടെ സെൻറ്റൻസിലാണ് എഴുതേണ്ടത്? ആരുടെ നേർക്ക് എഴുതേണ്ടത്? ബിനിയേൻ്റെ നേർക്ക് എഴുതി അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇച്ചുവിനെ നോക്കിക്കേ, मैं गन्ना बन जाता हूँ, मुझको पानी में मज़े से पड़े रहना अच्छा लगता है. അടുത്ത ബിനിയുടെ നോക്കിക്കേ, റൈറ്റ് സൈഡിലായിട്ട് मैं चींटी बनना चाहती हूँ, हम बहुत सारी चींटियाँ आएंगी. ഇത് ഓക്കെയാണേ. അടുത്തത് നോക്കാം. പടേ ലിഖേ എന്നാണ് പറഞ്ഞേക്കണേ. ബിനിയ പറഞ്ഞേക്കണ കുറച്ച് ഡയലോഗ്സ് പറഞ്ഞിട്ടുണ്ട്. മേൻ ചീണ്ടി ഹു, ഞാൻ ഉറുമ്പാണ്. ചീണ്ടിയ മിൽക്കർ ഹാത്തി ഹെ, ഉറുമ്പുകൾ എന്താണ്? ഒരുമിച്ച് ചേർന്ന് കഴിക്കുന്നു. ഘർ ബനാത്തി ഹെ, ഒരുമിച്ച് വീടുണ്ടാക്കുന്നു. ഓർ മിൽക്കർ രഹത്തി ഹെ, ഒരുമിച്ചാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഇച്ചു എന്താ പറയുന്നത്? മേ ഫൈംസ് ഹൂം മുझे പാനി മേം പടേ രഹ്ന അച്ഛാ ലഗ്താ ഹെ അല്ലേ. ഇവരുടെ ഡയലോഗ്സ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ, താഴെ 3 പേരെ തന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഡയലോഗ്സ് എഴുതാനാണ്. ആദ്യത്തെ നോക്കിക്കേ, കണ്ടോ, മേം പേഡ് ഹൂം. പേഡ് എന്താ പറഞ്ഞേ? പേടെന്ന് വെച്ചാൽ ട്രീ, മരം അല്ലേ. ഞാൻ മരമാണ്. മേം ആപ്കോ ഛായ ദേത്താ ഹൂം, ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? തണൽ നൽകും. മേം ഫൽ ഓർ ഫൂൽ ദേത്താ ഹൂം, ഞാൻ ഫ്രൂട്ട്സ് തരും. പിന്നെന്താ? ഫ്ലവേഴ്സ് അല്ലേ. ആ, ഫ്ലവേഴ്സ് തരും. അപ്പോൾ ചിടിയാണ്. ചിടിയ കണ്ടോ, ഞാൻ പക്ഷിയാണ്. മേം ചിടിയാ ഹൂം. മേം ആപ്കോ മീഠാ ഗീത് സുനാത്തി ഹൂ, ഞാൻ നിങ്ങൾക്ക് മധുരമുള്ള പാട്ട് പാടിത്തരും. മേം ആകാശ് മേ ഉഡ്ത്തി ഹൂം, ഞാൻ എവിടെയാണ് പറക്കുന്നത്? ആകാശത്തിൽ പറക്കും. അപ്പോൾ നദി എന്താ പറയാൻ നോക്കാം. മേ നദി ഹൂം, ആഹാ, ഞാനാരാ? നദിയാണ്. മേ കള് ഗീത് സുനാക്കർ ബഹത്തി ഹൂം, ഞാൻ കളകളമാകുന്ന പാട്ടൊക്കെ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഒഴുകും. അങ്ങനെയല്ലേ നമ്മളിങ്ങനെ അരുവികളൊക്കെ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ് അല്ലേ. മേ സ്വച്ഛ് പാനി ദേക്കർ സബ്കാ പ്യാസ് ബുജാത്തി ഹൂം. ഈ പ്യാസ് ബുച്ചാന എന്ന് പറഞ്ഞാൽ എന്താ? ദാഹം ശമിപ്പിക്കുക, ആൾക്കാരുടെ ദാഹത്തെ മാറ്റുക. ഞാൻ സ്വച്ഛ് പാനി, നല്ല ശുദ്ധമായ വെള്ളം തന്നിട്ട് എല്ലാവരുടെയും ദാഹത്തെ മാറ്റുന്നുണ്ട്. കണ്ടോ, അവരവരുടെ സെൻറ്റൻസ് എഴുതി. നിങ്ങളോട് കിസി ഏക്ക് പർ ടിപ്പണി ലിഖേ, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ടിപ്പണി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പേടുണ്ട്, ചിടിയുണ്ട്, നദിയുണ്ട്. നമുക്ക് ഏതെഴുതാം? ഏതെങ്കിലും ഒരെണ്ണം മതി അല്ലേ. പേടിനെ കുറിച്ച് നമുക്ക് എഴുതാം. അതാകുമ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിലുള്ളതാണ്. നോക്കാം. പേട്, നമ്മൾ എപ്പോഴും ഒരു നിബന്ധന അല്ലെങ്കിൽ ടിപ്പണി എഴുതുന്ന സമയത്ത് ആദ്യം ഹെഡിങ് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ പേടിന് മരത്തെക്കുറിച്ചല്ലേ എഴുതുന്നത്. അപ്പം നമ്മുടെ ഹെഡ് ലൈൻ എന്തായിരിക്കണം? പേട്, മരം എന്നായിരിക്കണം അല്ലേ. അത് കൊടുക്കുക. നോക്കാം. पेड़ हमारे जीवन के लिए बहुत महत्वपूर्ण है. വൃക്ഷം നമ്മുടെ നമ്മുടെ ലൈഫിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. വൃക്ഷം എന്നൊക്കെ പറഞ്ഞാൽ, ഒരു മരം എന്ന് പറഞ്ഞാൽ, പേട് ഹമേ ശുദ്ധ ഹവ. കണ്ട, താഴെ മീനിങ്സ് എഴുതിയിട്ടുണ്ട്, അത് വായിച്ചോട്ടാ. ശുദ്ധ ഹവ എന്ന് വെച്ചാൽ എന്താ? ശുദ്ധമായ വായു. ഭല്ലോ, ഫ്രൂട്ട്സ്, പഴങ്ങൾ. ഫൂൽ, ഫ്ലവേഴ്സ്, പൂക്കൾ. ഛായ, തണൽ അല്ലേ. അപ്പോൾ വൃക്ഷം നമുക്ക് ശുദ്ധമായ വായു, പിന്നെ ഫ്രൂട്ട്സ് തരുന്നുണ്ട്, ഫ്ലവേഴ്സ് തരുന്നുണ്ട്. അതിനേക്കാൾ ഉപരി എന്ത് തരുന്നുണ്ട്? നമുക്ക് തണൽ നൽകുന്നുണ്ട്. പേട് വർഷ ലാനെ മേ ഫി മദത് കർത്താ ഹെ, വൃക്ഷങ്ങൾ നമുക്ക് മഴ തരാനും സഹായിക്കുന്നുണ്ട്. അടുത്തത് പേടോം സേ ഹമേം. ഇനി വൃക്ഷങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടാം? ലക്കടി എന്ന് വെച്ചാൽ തടി അല്ലേ. തടികൾ നമുക്ക് കിട്ടാറുണ്ട്. ഔഷധ സസ്യങ്ങളുണ്ട് അല്ലേ, അതിൽ നിന്ന് നമുക്ക് ഔഷധങ്ങൾ കിട്ടുന്നുണ്ട്. ഓർ ഭോജൻ മിൽത്താ ഹെ, ആഹാരവും കിട്ടുന്നുണ്ട് അല്ലേ. ഓരോ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്നില്ലേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷി പേടോം പർ അപ്പന ഘർ ബനാത്തെ ഹെ, പക്ഷി എന്ന് പറഞ്ഞാൽ ചിടിയ, പക്ഷികൾ, ബേർഡ്സ് ആണ് കേട്ടോ. പേടോം പർ, മരങ്ങളിൽ. അപ്പന ഘർ ബനാത്തെ ഹെ, അവർക്ക് ആവശ്യമായിട്ടുള്ള വീടുകൾ ഉണ്ടാക്കുന്നു. ഇസലിയെ, അതുകൊണ്ട്. ഹമേ, നമ്മൾ. അധിക് സേ അധിക് എന്ന് വെച്ചാൽ എന്താണ്? ധാരാളം. പേഡ് ലഗാനെ ചാഹിയെ, ഒത്തിരി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണം. പേടോങ്കി രക്ഷാ കർണ, വൃക്ഷങ്ങളെ രക്ഷിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് ഹമാര കർത്തവ്യ ഹെ, നമ്മുടെ കടമയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അടുത്ത നോക്കിക്കേ, കണ്ടോ, ചീണ്ടിയ മിൽക്കർ ഖാത്തി ഹെ, ഉറുമ്പുകളെല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നുണ്ട്. മിൽക്കർ ഘർ ബനാത്തി ഹെ, ഒരുമിച്ച് വീട് വയ്ക്കുന്നുണ്ട്. മിൽക്കർ രഹത്തി ഹെ, ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. ഏകതാമേ ബിൽ ഹെ, ഏകത, ഒരുമിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനൊരു ശക്തി ഉള്ളത് അല്ലേ.
ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞേക്കണം. എൻ്റെ മക്കൾ എന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക അല്ലേ, എന്നിട്ട് ഏതിനെക്കുറിച്ചാണോ നമ്മൾ അതിൽ പറയുന്നത് ആ ഒരു സെൻറ്റൻസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏകത എന്ന് വെച്ചാൽ എന്താ? ഐക്യമാണല്ലേ ശക്തി. ഐക്യം ബലം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, ഐക്യബലം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയല്ലേ, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവൂലേ? ഒറ്റയ്ക്ക് ചെയ്യുന്നതാണോ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തീർന്നത്? ഒരുമിച്ച് ചെയ്യുന്നതാണ് അല്ലേ. ഒറ്റയ്ക്ക് ചെയ്താൽ അത് ഒത്തിരി ടൈം എടുക്കില്ലേ. ഒരുമിച്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് കൂടുതൽ ബലം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ടോപ്പിക് എന്താ? ഏകതാമേ ശക്തി. അത് നമ്മൾ പോസ്റ്ററിൽ അല്ലെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 സെൻറ്റൻസ് സബ്ബായിട്ട് കുറച്ചും കൂടി ചെറിയ ഫോൺ സൈസിൽ എഴുതാം. ഓക്കെ, അപ്പോൾ കണ്ടോ, ജബ് ഹം മിൽക്കർ കാം കർത്തെ ഹൈം, എപ്പോഴാണോ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ജോലി ചെയ്യുന്നത്, തോ ഹർ കഠിനായി ആസാൻ ബൻ ജാത്തി ഹെ, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അല്ലെ എല്ലാ എന്താണ് വലിയ നമുക്ക് ഭയങ്കര കഠിനമായിട്ട് ചെയ്യുന്നതെല്ലാം ആസാൻ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് മാറും, എളുപ്പമായിട്ട് മാറും ഇല്ലേ. നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ഗ്രൂപ്പ് വർക്കൊക്കെ തരാറില്ലേ, നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലേ? അത് പോയിട്ട് അറിയാത്തവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഒറ്റയ്ക്ക് തരുന്ന വർക്കാണെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പെട്ടൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഗ്രൂപ്പ് വർക്ക് ആകുമ്പോഴും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ. അറിയാത്ത പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാം, അറിയാവുന്നവരിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് വളരെ മനോഹരമായിട്ടൊരു വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ, ഏകതാമേ ബെൽഹെ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ആക്ടിവിറ്റീസ് ഒക്കെ നന്നായിട്ട് നോക്കുക, മനസ്സിലാക്കുക, എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിലോട്ട് കാണാം.